മത്തായി 9:4 വാക്യത്തിൽ പറയുന്നത്, യേശുക്രിസ്തു ഒരു പക്ഷപാതക്കാരനോട് സൗഖ്യമാവട്ടെ, നിൻ്റെ പാവം മോചിച്ച് കിട്ടി എന്ന് പറഞ്ഞപ്പം, നിനക്ക് സൗഖ്യമാവട്ടെ, നിൻ്റെ പാവം മോചിച്ച് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ശാസ്ത്രിമാരായിട്ടുള്ള മനുഷ്യർ പറയുക, ഇവൻ ദൈവദൂഷണം പറയുന്നു. അതിന് ഏഴാമത്തെ വാക്യത്തിലോ 8-ാമത്തെ വാക്യത്തിലോ പറയുക, മത്തായി 9:8 യേശുക്രിസ്തു അവനെ സൗഖ്യമാക്കി അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ കിടക്കയെടുത്ത് എഴുന്നേറ്റ് പോകാമെന്ന് പറയുന്നുണ്ട്, നിൻ്റെ പാവം മോചിച്ച് കിട്ടിയെന്ന്. അത് പറയുമ്പം മനുഷ്യന്മാർക്ക് ഈ അധികാരം കൊടുത്തതിൽ ദൈവത്തെ അവർ സ്തുതിക്കുന്നുണ്ട്. എന്നാൽ ദൈവോത്തരനെ അവർ തിരിച്ചറിയുന്നില്ല. അന്ന് മുതൽ ഒരു നാളും അതായത് ദൈവം അവരുടെ കണ്ണ് കുരുടാക്കി വെച്ചുകൊണ്ട് ഇതുപോലെ പലരുടെയും കണ്ണുകൾ ഇന്ന് കുരുടാക്കി വെച്ചേക്കുകയാണ്. യഹൂദന്മാരെന്താണ് ചെയ്യുന്നത്? അവർ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോകുന്നത്. അവരവരുടെ വിശ്വാസത്തിൽ അടിയുറച്ച്, അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ അടിയുറച്ച് പോവുക. ഇതുപോലാണ് ഇന്നത്തെ ബന്ധക്കോസുകാരും ഇന്നത്തെ പല പള്ളിക്കാരും പോകുന്നത്. അവരുടെ ആ ഒരു സിസ്റ്റത്തിനകത്ത് നിൽക്കുന്നവർ മാത്രം ദൈവത്തിൽ നിന്നുള്ളവർ, അവരുടെ ആ ഒരു സിസ്റ്റത്തെ മാത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് വിശ്വസിക്കുന്നു, അതിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ. ബാക്കിയൊന്നും, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജാതിയെക്കുറിച്ചല്ല പറഞ്ഞത്, ഒരു ജാതിൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അല്ലാതെ ജാതീയരായ ഒരു മനുഷ്യനെക്കുറിച്ചല്ല. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സ്നാനവും പെട്ട് മാനസാന്തരമൊക്കെ ഉള്ള ഒരു വ്യക്തിയിലൂടെ ദൈവപ്രവൃത്തി നടക്കുമ്പോൾ മറ്റ് സഭക്കാർ ഇതിനെ അംഗീകരിക്കത്തില്ല. അതിന് നേരിട്ട് ഞാനത് കേട്ടിട്ടുണ്ട് പല മനുഷ്യരും പറയുന്നത്. 2-3 ഉദാഹരണങ്ങൾ പറയാം. ആരുടെ പേര് ഞാൻ പറയുന്നില്ല, സ്ഥലം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കരവാളൂരൊരു ദൈവദാസനുണ്ട്, അഞ്ചലൊരു ദൈവദാസനുണ്ട്, അതുപോലെ കൊട്ടാരക്കരയിലും അടൂരും ഒരു ദൈവദാസനുണ്ട്. ഇങ്ങനെ 4 ദൈവദാസന്മാർ അവരുടെ ആത്മീയ ജീവിതത്തിൽ ധാരാളം വീര്യപ്രവൃത്തികൾ, ധാരാളം രോഗശാന്തിയുടേതായിട്ടുള്ളതും പ്രവചനത്തിൻ്റെതായിട്ടുള്ള വീര്യപ്രവൃത്തികൾ ഇവർ ചെയ്യുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഇവർ ദൈവത്തിൽ നിന്നുള്ളതും ദൈവം ഇവരിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരിൽ പലർക്കും ധനമോഹം അധികമായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവർ ജഡത്തിലൂടെ വസിക്കുന്നുകൊണ്ടായിരിക്കാം അവർക്ക് ധനമോഹം അതികഠിനമായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അവരുടെ എല്ലാം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവർ ഒരിക്കലും മറ്റൊരാത്മാവിനാൽ ഉള്ള നടത്തിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പല ബന്ധക്കോസുകാരും പറയുന്ന ഇവരെക്കുറിച്ച് അതൊരു മറ്റൊരാത്മാവാണെന്നാണ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല ഇവരിൽ പ്രവർത്തിക്കുന്നത്. ഇവരിലൂടെ ക്രിയ ചെയ്യുന്നത് മറ്റൊരാത്മാവ് ആണെന്നാണ് പറയുന്നത്. മറ്റൊരാത്മാവെന്ന് പറയുമ്പോൾ ആരും സാത്താൻ എന്ന് പറയുന്നില്ല, മറ്റൊരാത്മാവെന്നേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. സാത്താനായിരിക്കും അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പലതവണ പരീശന്മാരും ശാസ്ത്രിമാരും ഇവരെല്ലാം പറയുന്നുണ്ട്, യേശുക്രിസ്തു ചെയ്യുന്ന വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ മറ്റൊരാത്മാവിനാണ്. അപ്പം അന്നത്തെ യഹൂദനും ഇന്നത്തെ സിസ്റ്റമാറ്റിക്കലി പോകുന്ന ബന്ധക്കോസുകാരനും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അന്നത്തെ പരീശനും ശാസ്ത്രിമാരും ഇന്നത്തെ ബന്ധക്കോസ് വിശ്വാസിയും തമ്മിൽ വലിയ അന്തരങ്ങളൊന്നുമില്ല. രണ്ടും ഒന്ന് തന്നെ, രണ്ടും പറയുന്നത് ഒന്ന് തന്നെ. യഹൂദൻ അവന് കൊടുത്ത വിശ്വാസത്തിൽ കടുത്ത വിശ്വാസ പ്രമാണം കൊണ്ട് നിൽക്കുന്നു. ഇന്നത്തെ ബന്ധക്കോസുകാരൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനി അവൻ്റെ വിശ്വാസത്തിൽ നിൽക്കുന്നു, അതിനെ ഉയർത്തിപ്പിടിക്കുന്നു. മറ്റൊന്നും അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്ത്യാനി, അതായത് മറ്റൊരു ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികൾ, അതിനെ അംഗീകരിക്കാൻ പോയിട്ട് അതിനെ
ഒന്ന് അതൊരു എന്താണ് പറഞ്ഞത്, അത് ദൈവം തന്നെ ചെയ്യുന്നതെന്ന് പോലും ഒന്ന് പറയാൻ പോലുമുള്ള മനസ്സ് ആർക്കുമില്ല, ആധുനിക ബന്ധക്കോസുകാർക്കില്ല. അതവരുടെ അജ്ഞതയാണ്. അന്ന് ദൈവം കുരുടാക്കിയതുപോലെ മനുഷ്യപുത്രൻ്റെ ആ നാളിൽ ദൈവം യഹൂദന്മാരുടെ കണ്ണ് കുരുടാക്കിയതുപോലെ ഇന്ന് പല ബന്ധക്കോസ് വിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഈ വിശുദ്ധന്മാരെ കുറിച്ച് മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ ശ്രേഷ്ഠന്മാരെ കുറിച്ച് മാത്രമല്ല, പലരെക്കുറിച്ചും. പിന്നെ ഇവർക്ക് ധനമോഹം ഉണ്ടെന്നുള്ളത് സത്യം തന്നെ. അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. അതിശക്തമായിട്ടുള്ള അവർ ജഡത്തിൽ വസിക്കുന്നുണ്ടായിരിക്കാം, അവർക്ക് ധനം വേണമെന്നുള്ള വാഞ്ചയുണ്ട്, ആഗ്രഹമുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയായിരിക്കാം. ഓരോരുത്തർക്ക് ഓരോരോ ആവശ്യങ്ങൾ. അവരുടെ ചർച്ച് കെട്ടണം, അവർക്കൊരു ബയോ കോളേജ് പണിയണം, അല്ലെങ്കിൽ അവർക്കൊരു ഷെഡ് ഇറക്കണം, അങ്ങനെ പല ആഗ്രഹങ്ങളായിരിക്കും അവർക്ക്. അതിന് വേണ്ടിയായിരിക്കും അവർ പണം ചോദിക്കുന്നത്. അതെന്താണെന്ന് നമുക്കറിഞ്ഞൂടാ. എന്നാലും അവരുടെ ഉള്ളിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ ആധുനിക ബന്ധക്കോസുകാർക്ക് കഴിയുന്നില്ല. പകരം സാത്താന് മഹത്വം കൊടുക്കുക. ഇതേ അവസ്ഥയാണ് മരുന്ന് ഉപയോഗിക്കാതെ രോഗശാന്തി എന്നും പറഞ്ഞുകൊണ്ട്. രോഗശാന്തി, അത്ഭുത ദൈവത്തിൻ്റെ രോഗശാന്തി ഇതാ ഇപ്പം ഇറങ്ങി വന്നു, ഇപ്പം ഇവിടെ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അവർ രോഗശാന്തി അവർക്ക് ലഭിക്കുന്നില്ല. വേദനയും, അവരുടെ രോഗത്തിന് അവർ വേദന അനുഭവിക്കുന്നു, കഷ്ടത അനുഭവിക്കുന്നു, അവരുടെ അവയവങ്ങൾ നശിച്ചും പോകുന്നു, അപ്പോൾ നഷ്ടവും അനുഭവിക്കുന്നു. എന്നിട്ട് അവർ അത്ഭുത രോഗശാന്തി എന്ന് പറഞ്ഞ് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എന്തിനു കൊടുക്കുന്നു? അവരുടെ കഷ്ടതയ്ക്ക് കൊടുക്കുന്നു, അവരുടെ രോഗത്തിൻ്റേതായിട്ടുള്ള കഷ്ടതയ്ക്ക് കൊടുക്കുന്നു. അവർ പറയുന്നത് കഷ്ടത അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ എന്ത് കിട്ടുന്നു? തേജസ്സിന്മേൽ തേജസ് ധരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അപ്പോൾ അവിടെ ആർക്കാണ് കൊടുക്കുന്നത്? ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം കൊടുക്കേണ്ടത് അവർ കൊടുക്കുന്നത് കഷ്ടതയ്ക്കാണ്. അനുഭവിക്കുന്ന കഷ്ടതയ്ക്കാണ് അവർ മഹത്വം കൊടുക്കുന്നത്, ദൈവത്തിനല്ല. ഇതുപോലെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അവരുടെ വിശ്വാസത്തിന് മാത്രം കൊടുക്കുന്നു. അതായത് യഹൂദന്മാരന്ന് ചെയ്ത് ഇന്നത്തെ ബന്ധക്കോസുകാർ അത് തന്നെ ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ബന്ധക്കോസുകാർ ചെയ്യുന്ന മറ്റൊരു കാരണമെന്ന് വെച്ചാൽ കഷ്ടതയ്ക്ക് മഹത്വം കൊടുക്കുന്നു. താങ്കൾ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക്, താങ്കൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്, ഞെരുക്കത്തിന് മഹത്വം കൊടുക്കുന്നു, ദൈവത്തിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് എന്തോ നേടിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് നടക്കത്തില്ല. അത് സത്യമാണ്. അത് നടക്കത്തേ ഇല്ല. നിങ്ങൾ എത്ര കഷ്ടത നിങ്ങൾ ബോധപൂർവ്വം അനുഭവിച്ചാലും നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വരുന്ന കഷ്ടതയല്ലാതെ നിങ്ങൾ ഏത് കഷ്ടത നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് അനുഭവിച്ചാലും ദൈവനാമം എന്ന് കരുതി, ദൈവനാമം എന്ന് പറഞ്ഞ് നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു കഷ്ടതയ്ക്കും ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട. ഏതൊരു കഷ്ടത ഭൂമിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും അതിന് ദൈവം സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്. അതിനൊരു പരിഹാര മാർഗ്ഗം ദൈവം വെച്ചിട്ടുണ്ടെന്ന് ബൈബിളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാര മാർഗ്ഗം നിങ്ങൾക്ക് സ്വീകരിക്കാം. രോഗം വന്നാൽ നിങ്ങൾക്ക് ചികിത്സിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചികിത്സിക്കാം. ചികിത്സിച്ചിട്ട് നടക്കത്തില്ല എങ്കിൽ മാത്രം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് കരുതി ചില വ്യക്തികളോട് ദൈവം വ്യക്തിപരമായിട്ട് പറയും, നിങ്ങൾ മരുന്ന് ഉപയോഗിക്കാതിരിക്കുന്നത് നന്നെന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ മരുന്ന് ഉപയോഗിക്കേണ്ട എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തോന്നലുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ പറഞ്ഞു തരിക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് മരുന്ന് ഉപയോഗിക്കാതിരിക്കാം. അല്ലാതെ കഷ്ടതയെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും മഹിമയും കഷ്ടതയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അത് തെറ്റാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തെറ്റ് തന്നെയാണത്. അപ്പം നിങ്ങളുടെ കണ്ണുകൾ കുരുടാവാതിരിക്കട്ടെ. ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ ദൈവപ്രവൃത്തി എന്ന് വിശ്വസിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ മത്തായി 9:7 പറഞ്ഞിട്ടുണ്ട്, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു അവിടെ ഈ പ്രവൃത്തി ചെയ്തിട്ട് അവർ പറയുന്നത് മനുഷ്യന് ഇതെല്ലാം സാധ്യമാക്കി കൊടുത്തല്ലോ. അതായത് മനുഷ്യൻ്റെ പാപത്തെ ഇല്ലാതാക്കാനും രോഗത്തെ ഇല്ലാതാക്കാനും ശക്തി കൊടുത്തല്ലോ എന്നോർത്ത് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അത്രയെങ്കിലും ഒരു മനസ്ഥിതി ആധുനിക ബന്ധക്കോസ്തുകാർക്കും ആധുനിക വിശ്വാസികൾക്കും ഉണ്ടാവണം. ഏത് മനസ്ഥിതി? അന്നുണ്ടായ ശാസ്ത്രിമാർക്കുണ്ടായ
മനസ്സിലെങ്കിലും ദൈവത്തെയെങ്കിലും മഹത്വപ്പെടുത്തണം. നിങ്ങളെ കഷ്ടതയെ മഹത്വപ്പെടുത്താതെ, നിങ്ങളെ കഷ്ടതയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ആ രോഗത്തിൻ്റേതായിട്ടുള്ള അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളെ മഹത്വപ്പെടുത്താതെ ദൈവത്തെ മഹത്വപ്പെടുത്താനെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. ഈ വചനങ്ങളാൽ, ഈ വാക്യങ്ങളാൽ ഇവയെ വിശ്വസിക്കുന്ന ഏവനും ദൈവം അനുഗ്രഹവും നന്മയും നൽകട്ടെ എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ.